അമൃത അയ്യർ 2024 പുറത്തിറങ്ങിയ അവരുടെ തെലുങ്ക് ചിത്രമായ ഹനുമാൻ ഒരു തെലുങ്ക് ചിത്രത്തിനായുള്ള നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു. ഈ ചിത്രം 350 കോടിയിലധികം കളക്ഷൻ നേടി. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നാലാമത്തെ തെലുങ്ക് ചിത്രമായും 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10ാമത്തെ ഇന്ത്യൻ ചിത്രമായും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8ാമത്തെ തെലുങ്ക് ചിത്രമായും 2024 ജനുവരിയിൽ റിലീസ് ചെയ്ത ഹനുമാൻ എന്ന സിനിമ മാറി. ആദ്യകാല ജീവിതം 1994 മെയ് 14 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു തമിഴ് സംസാരിക്കുന്ന കുടുംബത്തിലാണ് അമൃത അയ്യർ ജനിച്ചത്. ബാംഗ്ലൂരിലാണ് വളർന്നത്. ബാംഗ്ലൂരിൽ NHR സ്കൂളിൽ പഠിച്ച ബാംഗ്ലൂരിലെ സെൻറ് ജോസഫ് കോളേജ് ഓഫ് കൊമേഴ്സിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം പൂർത്തിയാക്കി. 2018 വിജയ് യേശുദാസിനോടൊപ്പം മലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പടൈവീരൻ എന്ന ചിത്രത്തിലൂടെയാണ് അമൃത അയ്യർ നായികയായി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് വിജയ് ആന്റണിക്കൊപ്പം 2018 പുറത്തിറങ്ങിയ കാലി എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു. 2019 വിനയ് രാജ്കുമാർ അഭിനയിച്ച രാമായണ എന്ന ചിത്രത്തിലൂടെ കന്നഡയിൽ അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ നിർമ്മാതാവിന് കോവിഡ് ബാധിച്ചതിനാൽ പദ്ധതി നിർത്തിവെച്ചു. 2019 വിജയ്ക്കൊപ്പം പിക്കിൽ എന്ന ചിത്രത്തിൽ തമിഴ്നാട് ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായ തെൻട്രൽ എന്ന കഥാപാത്രത്തെ അമൃത അയ്യർ അവതരിപ്പിച്ചു. 2021 കിഷോർ തിരുമല സംവിധാനം ചെയ്ത റെഡ് എന്ന ചിത്രത്തിലൂടെ തെലുങ്കിൽ അമൃത അയ്യർ അരങ്ങേറ്റം കുറിച്ചു. സൺ NXT വഴി നേരിട്ട് പുറത്തിറങ്ങിയ GV പ്രകാശ് കുമാറിനോടൊപ്പം അഭിനയിച്ച വണക്കം ഡേ മാപ്പിളെ എന്ന ചിത്രമായിരുന്നു അമൃത അയ്യരുടെ 2ാമത്തെ റിലീസ് ചിത്രം. ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴി നേരിട്ട് പുറത്തിറങ്ങിയതുമായ ലവ് സ്റ്റേ ആയിരുന്നു അമൃത അയ്യരുടെ 3ാമത്തെ റിലീസ് ചിത്രം. 2022 പുറത്തിറങ്ങിയ അമൃത അയ്യരുടെ ഒരേയൊരു തമിഴ് ചിത്രമായിരുന്നു കോഫി വിത്ത് കാതൽ. ജയ് നായികയായി അഭിനയിച്ച ചിത്രമായിരുന്നു കോഫി വിത്ത്. അമൃത അയ്യർ പിന്നീട് ഹനുമാൻ എന്ന തെലുങ്ക് ചിത്രത്തിനു വേണ്ടി തേജ സഞ്ജയ്ക്കൊപ്പം ചിത്രീകരിച്ചു. കൂടാതെ DJ ഗുണാചലത്തിനോടൊപ്പം നേരിടാത്ത ഒരു തമിഴ് തെലുങ്ക് ഭാഷാ ചിത്രവും ഹനുമാൻ എന്ന സിനിമ 2024 ജനുവരി 12 പ്രദർശിപ്പിച്ചു.